UDF സർക്കാരിന്റെ ധവളപത്രവും ബഡ്ജറ്റും കേരളത്തെ വിറ്റുതുലയ്ക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുന്ന കാലമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ. കാസർഗോഡ് EMS പഠന കേന്ദ്രം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ. കാസർഗോഡ് EMS പഠന കേന്ദ്രം സംസ്ഥാന ബജറ്റും കേരളീയ സമൂഹവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പുതിയ സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള സമയമായിട്ടില്ലെങ്കിലും ബജറ്റും ധവളപത്രവും പരിശോധിക്കുമ്പോൾ എന്താണ് UDFന്റെ നയസമീപനമെന്ന് വ്യക്തമാവുകയാണ്. LDF സർക്കാർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ കൈയൊഴിഞ്ഞ UDFന് സംസ്ഥാന ഖജനാവ് നിറയ്ക്കുകയല്ല, മറ്റു പലരുടെയും ഖജനാവ് നിറയ്ക്കുകയാണ് ലക്ഷ്യം. കേരളം കടക്കെണിയിലാണെന്ന് വരുത്തി നാടിനെ വിറ്റുതുലയ്ക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ് ചെറുക്കണമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. പക്ഷെ ആ ഗവൺമെന്റ് ധനപരമായി വലിയ കുഴപ്പമാണതുകൊണ്ട് കേരളത്തിൽ പണം ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ വിറ്റേ പറ്റൂ എന്ന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. വി.ഡി. സതീശൻ നിയമസഭയിലെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കേരളത്തിന്റെ ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും, ഒറ്റ പൈസ ടാക്സ് ഈടാക്കാതെ കേരളത്തിന്റെ ഖജനാവ് മറക്കാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാം എന്നാണ്. നടക്കാനുള്ള പണി ഇപ്പോൾ കേരളത്തിന്റെ ഖജനാവ് മാത്രമല്ല, ഇവരുടെ ഒക്കെ ഖജനാവ് നിറയ്ക്കാനുള്ള പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുക. ഇതിനുള്ള ഒരു പ്രീ കർസർ, ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു ധവളപത്രം. അല്ലാതെ കണക്ക് നോക്കിയാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചും ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ ഏജൻസിയുടെ കണക്കനുസരിച്ചും കേരളം ഫിനാൻഷ്യലി പുറകോട്ടല്ല, ഇംപ്രൂവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ജൂൺ മാസം 18-നോ 19-20-നോ മറ്റോ ഈ കേന്ദ്ര റിസർവ് ബാങ്ക് C&AG ഇറക്കിയ ഡിക്കേഡൽ 10 വർഷക്കാലത്തെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ മാത്രമാണ് അവരുടെ റവന്യൂ വരുമാനത്തിന്റെ 60% നികുതി കൂടി ഉണ്ടാക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ അധ്യക്ഷനായി. ഡോക്ടർ C ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV കുഞ്ഞിരാമൻ, E പത്മാവതി തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.